മോർണിംഗ് എവരിബഡി. ജൂബിൾസ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് ഏതൊക്കെ കോഴ്സുകളാണ് CUET വഴി അഡ്മിഷൻ നൽകുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിക്കലുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കും ജാമിയ മില്ലിയയിലേക്കും എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കും ജാമിയ മില്ലിയ ഇസ്ലാമിയിലേക്കും മെജോറിറ്റി UG കോഴ്സുകളും അവരുടെ സ്വന്തം എൻട്രൻസ് എക്സാം വഴി തന്നെയാണ് അഡ്മിഷൻ നൽകുന്നത്. എന്നാൽ ചില കോഴ്സുകൾ അലിഗഡിലും ജാമിയയിലും CUET വഴിയാണ് അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അഥവാ CUET എക്സാം എഴുതിയിട്ട് അതിന്റെ സ്കോർ കാർഡ് വെച്ചിട്ടാണ് അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ CUET വഴി അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകൾ എന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഏകദേശം 10ഓളം കോഴ്സുകൾ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കോഴ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുക BVOC ആണ്. BVOC അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, BVOC ഏറ്റവും പ്രധാനമായിട്ട് പോളിമർ ആൻഡ് കോട്ടിംഗ് ടെക്നോളജി BCom ആ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് നിർബന്ധമായിട്ടും എഴുതാൻ പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് നിർബന്ധമായിട്ടും എഴുതാൻ പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ, മെജോറിറ്റി കോഴ്സുകൾക്കും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് അവിടെ പറയുന്നത്. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഏതാണുള്ളത് മാത്രമായിരിക്കും നമ്മൾ അതിനെ കറക്റ്റ് പറയും. ഓക്കെ, ഇതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് +2 പഠനം നിർബന്ധമാണ്. അതിൽ ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി 45% മാർക്ക്. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എന്തായിരിക്കണം നിങ്ങൾക്ക് 3 ഇയർ എഞ്ചിനീയറിംഗിന്റെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇതാണ് 2 എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തത് BVOC ഫാഷൻ ടെക്നോളജി, ഫാഷൻ ഡിസൈൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജിയാണ് രണ്ടാമത്തെ ഒരു കോഴ്സ് നൽകുന്നത്. ഓക്കെ, അതിലും അവർ പറയുന്നത് ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും നിർബന്ധമായും എഴുതണം എന്നാണ് പറയുന്നത്. അതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് 45% കൂടെ നിങ്ങൾക്ക് എന്തായിരിക്കണം +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇതാണ് അവർ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ BA സംസ്കൃത് ആണ് അവർ കൊടുക്കുന്നത്. BA ഓണേഴ്സ് സംസ്കൃത് ആണ്. അതിലും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും തന്നെ കൃത്യമായിട്ട് പറയുന്നത്. അതിലും പറയുന്നത് 50% മാർക്കോട് കൂടെ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം AMU റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ മദ്രസയിൽ നിന്നോ അറ്റ്ലീസ്റ്റ് 50% മാർക്കോട് കൂടെ നിങ്ങൾക്ക് എന്തായിരിക്കണം ഗ്രാജുവേഷനോ ഡിഗ്രിയോ സനതോ ഉണ്ടായിരിക്കണം. ഓക്കെ, മദ്രസയിൽ നിന്ന് അവർ സനതാണ് പ്രൊവൈഡ് ചെയ്യുക, അത് ഉണ്ടായിരിക്കണം. അത് അലിഗഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള മദ്രസയോ കാര്യങ്ങളോ ആയിരിക്കണം. അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതും 50% മാർക്കോട് കൂടെ. ഇത്രയുമാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. ഇനി അടുത്ത് വരുന്നത് BA ഓണേഴ്സ് പേർഷ്യൻ ആണ്. അതിലും ഇംഗ്ലീഷ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതിനും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരെ മുമ്പ് സംസ്കൃതത്തിന് പറഞ്ഞ അതേ ക്രൈറ്റീരിയ ആണ് ഇതിനും പറയുന്നത്. ഇനി അടുത്തത് വുമൺ സ്റ്റഡീസ് ആണ്. BA ഓണേഴ്സ് വുമൺ സ്റ്റഡീസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി CUET വഴിയാണ്. അതിനും ഇംഗ്ലീഷ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ് പറയുന്നത്. അതിലും അവർ പറയുന്നത് 50% മാർക്കോട് കൂടെ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ മദ്രസയിൽ നിന്നോ അലിഗഡ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻട്രൽ സ്കൂൾ സർട്ടിഫിക്കറ്റും ആണ് ഉണ്ടാവേണ്ടത്. ഇനിയാണ് നമ്മൾ എന്ത് പോകുന്നത് BA ഓണേഴ്സ് ഹിന്ദിയിലേക്ക് പോകുന്നത്. ഇതിനും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും തന്നെയാണ് അതിലും കറക്റ്റ് ആയിട്ട് വരുന്നത്. സെയിം എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ് സംസ്കൃതത്തിനും പേർഷ്യനും ഒക്കെ ഉള്ള, അത് തന്നെയാണ് കറക്റ്റ് ഇതിനും വരുന്നത്. ഇനി നമ്മൾ BA ഓണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ് നോക്കുകയാണെങ്കിൽ അതിനാണ് ഒരു വ്യത്യാസം പറയുന്നത്. അതിന് അവർ കുറച്ച് പേപ്പേഴ്സ് നിർബന്ധം എഴുതാൻ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് എഴുതണം, ഫിസിക്സ് എഴുതണം, കെമിസ്ട്രി എഴുതണം, നാലാമത്തത് ബയോളജിയോ മാത്സോ ഹോം സയൻസോ. അപ്പൊ ഇതിൽ 4 ഡൊമൈൻസ് കമ്പൾസറി ആണ്. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ഫിസിക്സ്, ഒന്ന് കെമിസ്ട്രി, പിന്നെ ബയോളജിയോ മാത്സോ ഹോം സയൻസോ. പിന്നെ വരുന്ന BSc സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിക്സ് ജാമിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ഓൺ എൻട്രൻസ് അല്ല, അത് CUET ആണ്. അതിലും ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ നാലാമത്തത് ബയോളജിയോ മാത്സോ. ഓക്കെ, ഈ നമ്മൾ കമ്മ്യൂണിറ്റി സയൻസിന് അവർ പറയുന്ന ക്രൈറ്റീരിയ +2 സയൻസ് തന്നെ ആയിരിക്കണം, അഗ്രികൾച്ചറോ സയൻസോ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിരിക്കണം, പിന്നെ മാത്സോ ബയോളജിയോ ഹോം സയൻസോ പഠിച്ചിരിക്കണം, 50% മാർക്ക് ഉണ്ടാവണം. ഇനി ഈ സ്റ്റാറ്റിക്സിന് പറയുന്നതും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, ഫിസിക്സ് പഠിച്ചിരിക്കണം, കെമിസ്ട്രി പഠിച്ചിരിക്കണം, മാത്സോ ബയോളജിയോ ജോഗ്രഫിയോ കമ്പ്യൂട്ടർ സയൻസോ പഠിച്ചിരിക്കണം, 50% മാർക്ക് ഉണ്ടാവണം. പിന്നെ ഇവർ പ്രത്യേകം ഒരു നോട്ടായിട്ട് പറയുന്നത് ഫോർ അഡ്മിഷൻ ടു BSc ഓണേഴ്സ് റിസർച്ച് വിത്ത് സ്റ്റാറ്റിക്സ് എസ് മേജർ സബ്ജക്ട് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് മാത്തമാറ്റിക്സ് അറ്റ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഓക്കെ, എക്സാമിൽ നിങ്ങൾ എന്തായിരിക്കണം
സ്റ്റാറ്റിക്സിനെ മേജർ സബ്ജക്റ്റ് ആയിട്ട് ഓണേഴ്സ് റിസർച്ചിൽ എടുത്ത് പഠിക്കുന്ന ആളാണെങ്കിൽ എന്തായിരിക്കണം, മാത്തമാറ്റിക്സ് നിർബന്ധമായും പ്ലസ് ടുവിൽ പാസ്സായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് 8 സബ്ജക്റ്റുകൾ, 8 കോഴ്സുകൾ. ഇനി നമുക്ക് അടുത്ത കോഴ്സുകളിലേക്ക് നോക്കാം. ഓക്കെ, ഇനി മറ്റു കോഴ്സുകൾ വരുന്നത് ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ CUET എഴുതേണ്ടത് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ബയോളജിയോ മാത്സോ. അതിൽ പ്ലസ് ടു പഠിച്ച് പാസ്സാവണം. ഫിസിക്സ് എഴുതണം, ഇംഗ്ലീഷ് എഴുതണം, പ്ലസ് ടുവിൽ കെമിസ്ട്രിയും പഠിക്കണം, പിന്നെ മാത്തമാറ്റിക്സോ ബയോളജിയോ ജോഗ്രഫിയോ കമ്പ്യൂട്ടർ സയൻസോ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 50% മാർക്കും. ഇതാണ് അവിടുത്തെ പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി വരുന്നത്. പിന്നെ ഫിലോസഫിയാണ് വരുന്നത്. ഫിലോസഫിയിൽ BA ഹോണേഴ്സ് ഫിലോസഫി, അതിനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷും ആണ് എഴുതേണ്ടത്. അതിന് പറയുന്നത് 50% മാർക്കിൽ കുറയാതെ പ്ലസ് ടു പാസ്സാവണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ സനദോ അതിന്റെ അലിഗഡിന്റെ മദ്രസയെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഉണ്ടാവണം. അതിൽ 50% മാർക്ക് വേണം, അല്ലെങ്കിൽ അലിഗഡിന്റെ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതാണ് ഇതിന്റെ എലിജിബിലിറ്റി. പിന്നെ BA ഹോണേഴ്സ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അതിനും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ടത്. അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ തന്നെയാണ്, ആ 3 ക്രൈറ്റീരിയ. ഇനി BA ഹോണേഴ്സ് ലിംഗ്വിസ്റ്റിക്സ്, അതിനും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിന് നിങ്ങൾ എഴുതേണ്ടിയിരിക്കുന്ന എക്സാമും അതിന്റെ ക്രൈറ്റീരിയയും അവർ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സീനിയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്, എക്സാമിനേഷൻ ആവണം. അതിൽ 50% മാർക്ക് ഉണ്ടാവണം. പിന്നെ ഡിഗ്രിയോ സനദോ AMU റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ മദ്രസയെന്നോ നിങ്ങൾക്ക് എന്തായിരിക്കണം, ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെ സനദ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, AMUവിന്റെ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് പോകുന്നത് BA ഹോണേഴ്സ് റഷ്യൻ ആണ്. റഷ്യനും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആണ് വേണ്ടത്. ഇതിന് അവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 50% മാർക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്രിഡ്ജ് സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ചൈനീസിനും സെയിം ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആണ് വേണ്ടത്. സെയിം ആയിട്ട് തന്നെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ ഇന്റർനാഷണൽ സ്റ്റഡീസിനും നിങ്ങൾ എഴുതേണ്ടത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷും തന്നെയാണ്. അതിനും സെയിം ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഇത്രയും 15 കോഴ്സുകളാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ CUET UG എക്സാം വൈകിട്ട് അഡ്മിഷൻ ക്ഷണിക്കുന്നത്. ഇതാണ് അലിഗഡ് മുസ്ലിം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന ജനുവരി 20 നമ്മുടെ CUET UG 3rd ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പം നമുക്കൊരു 3 ബാച്ചുകളാണ് വരുന്നത്. നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ജനറൽ ടെസ്റ്റിന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് BSCയുടെ സയൻസിന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊമേഴ്സിന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് BA വിഷയങ്ങളുടെയും ബാച്ചുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ CUETക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെയുള്ള നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഞങ്ങളുടെ അഡ്മിഷൻ കൗൺസിലറുടെ നമ്പറുമായി നിങ്ങൾ കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ, ഏറ്റവും ഡ്രീം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പഠിക്കുക എന്നുള്ള സ്വപ്നം പൂവണിയട്ടെ. അതിന് എജുബിൾസ് ഒരു തുണയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ